ചില ജി സുധാകരൻ പാർട്ടി വിടും, സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ ഇന്ന് അദ്ദേഹം 11 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അതിൽ സംഭവിക്കാൻ പോകുന്നത്? രാഹുലും കാണുന്നുണ്ട്. നമ്മൾ ഈ സമകാലികമായിട്ട് നമ്മൾ ഈ കാണുന്ന ഇപ്പോഴത്തെ ഒരു സിൻഡ്രോം എന്ന് പറയുന്നത്, ഈ സുധാകരനെ സംബന്ധിച്ച് ജി സുധാകരൻ ഒരു വലിയ നേതാവ് തന്നെയാണ്. അത് സംശയമുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിൻ്റെതായ കുറച്ച് സ്റ്റാൻഡുകളുമുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കാണുന്ന രാഷ്ട്രീയ നാടകം എന്താണ്? ഇന്നലെ നമ്മൾ കാണുന്നത് ഈ കാല് പിടിക്കുന്ന രംഗമാണ് കാണുന്നത്. എന്തിനാ കാല് പിടിക്കുന്നത്? ആലപ്പുഴയിൽ എത്രത്തോളം സുധാകരൻ രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിനിട്ട് പണിതവർക്കും അറിയാം. ഇന്നലെ അവിടെ കാണാൻ മുന്നിൽ CS സുജാത മാത്രമേ ഉള്ളൂ അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പഴയ VS പക്ഷക്കാരായിട്ടുള്ള 2-3 പേര് രാഹുൽ കണ്ടു കാണും. മറ്റേ ഇദ്ദേഹം ഉണ്ടല്ലോ, ആരിഫ് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ആരിഫ് സംസാരിച്ച, അതായത് ഇവർ ഇറങ്ങുമ്പോൾ ഇവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്? നമുക്ക് ഒരു ചർച്ച കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതെങ്ങനെ വാബോയോ കോടാലിയായിട്ട് വന്നിരിക്കുകയാണോ, തൃപ്തരായിട്ട് വന്നിരിക്കുകയാണോ? നമുക്ക് ബോഡി ലാംഗ്വേജ് കണ്ടാൽ, നമ്മൾ ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സുധാകരൻ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ തന്നെയാണ്, അദ്ദേഹം വഴങ്ങിയിട്ടില്ല. അതെ, ഈ നിമിഷം വരെ രാഹുൽ അദ്ദേഹം ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്? എന്ത് തോന്നുന്നു രാഹുലിന്? തീർച്ചയായിട്ടും നമ്മൾ ആലപ്പുഴ രാഷ്ട്രീയം ഒരുപാട് തവണ ചർച്ച ചെയ്തൊരു വിഷയമാണ്. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ CPM കൈകാര്യം ചെയ്യുന്ന കോക്കസ്. ആ കോക്കസ് ലഹരി മരുന്നിന് അടിമകളാണ്, അല്ലെങ്കിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന ലഹരി പാർട്ടികളാണ് ആ കോക്കസ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിലോട്ട് താല്പര്യമില്ലാത്തത്. ഗുണ്ടകളും ലഹരി മാഫിയയും മാത്രം CPM-നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയതാണ് അദ്ദേഹത്തിന് ചൊടിപ്പിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എപ്പോഴാണെങ്കിലും ആലപ്പുഴയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. പിന്നെയുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയ തലമുറയിൽ വരുന്ന ആളുകൾ അവർ ഈ പഴയ തലമുറയിലുള്ള ആളുകളെ അംഗീകരിക്കുന്നില്ല. ഇവർ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും, ഇവർ ചെയ്തിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണെങ്കിലും, പാർട്ടിക്ക് വേണ്ടി ഇവർ ചെയ്ത ജീവത്യാഗങ്ങളാണെങ്കിലും, ഇതൊന്നും പുതിയ തലമുറയിലേക്ക് വരുന്ന ആളുകളൊന്നും ഓർക്കാൻ തയ്യാറാകുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട്, അതൊക്കെ പഴയ കാലത്തല്ലേ, പുതിയ കാലത്ത് നീ എന്താണ് ചെയ്തത് എന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ. അടുത്തൊരു പരിപാടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു സീനിയർ നേതാവ് എന്നുള്ളൊരു പദവി പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്ന് പറയുന്ന ഒരു പദവി പോലും കൊടുക്കാതെ, അതെ, ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ, വിളിക്കാറില്ല. ഒരു പരിപാടി ആകും പാർട്ടി അംഗം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ല, പാർട്ടി അംഗത്തെ ആണെങ്കിൽ പോലും ഒരു പരിപാടി രക്തസാക്ഷി കുടുംബത്തിലെ ആള് പാർട്ടി അംഗം. രാഹുൽ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഞാൻ സമ്മതിക്കുന്നു. രാഹുൽ പറഞ്ഞ ഏറ്റവും പറഞ്ഞോളൂ. അല്ല, ആ ഒരു പരിപാടിയിലേക്ക് വിളിക്കാത്തൊരു സാഹചര്യം, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലും. ഇപ്പോൾ നമുക്കറിയാം ഐഷ പോറ്റി എങ്ങനെയാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയതെന്ന്. ഐഷ പോറ്റിയെ തന്റെ അടുത്തൊരു പരിപാടി നടക്കുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടി പരിഗണിക്കുന്നില്ല. പരിഗണനയാണ് വേണ്ടത്. ഇവരാരും ചോദിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും അല്ല. ഇവരെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നതും പാർട്ടിയിലൊരു പരിഗണന. അതായത് ഇവരൊരു മന്ത്രിസ്ഥാനത്തിരുന്ന ആളുകളാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നതാണ്, MLA-മാരാണ്, പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരാണ്. ഇവർക്കൊരു പരിഗണന കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് പരിഗണന കൊടുക്കുന്നത്? സീനിയർ നേതാക്കന്മാർക്ക് ഒരു പരിഗണന കൊടുക്കാതെ അവരെ മാറ്റി ചവറ്റുകൊട്ടയിൽ ഇട്ടേക്കുന്നത് പോലെ ഒരു പരിപാടിയിലും വിളിക്കത്തില്ല. നീ വേണമെങ്കിൽ വന്നാൽ മതി, നീ അറിഞ്ഞു കണ്ട് വന്നാൽ മതി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിനെയാണ് സുധാകരനാണെങ്കിലും എതിർത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടി എപ്പോഴും പറയുന്നത് എന്താണ്? സുധാകരൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്, അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലും വിഷമിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ജി സുധാകരനെ പറ്റി മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് സുധാകരനോ അവൻ ഏതടെ എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം. അപ്പൊ തന്നെ അദ്ദേഹം പോസ്റ്റ് ഇട്ടു, ഞാൻ ഇനി എന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്വം പുതുക്കുന്നില്ല. പാർട്ടി അംഗത്തെ ഞാൻ ഇനി പുതുക്കുന്നില്ല. ഇത് ചില ആളുകൾക്കുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിട്ടത്. അപ്പം എന്തു തന്നെയാണെങ്കിലും അത് എങ്ങനെയെങ്കിലും ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സീനിയർ നേതാവിനെ പിടക്കുന്നത് ശരിയല്ല. ഒരു രക്തസാക്ഷി കുടുംബത്തിലെ ഒരു നേതാവ്, അദ്ദേഹം പറയുന്നതിനകത്ത് കഴമ്പുണ്ട്. അദ്ദേഹത്തിനെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോ ജി സുധാകരൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു വിഭാഗം ഒട്ടുപോകും. നമുക്കറിയാം കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ അവിടെ പരിപാടി നടത്തുന്ന സാഹചര്യത്തിൽ അവിടേക്ക് വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന്. അവരെല്ലാം പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടിയെ അടിമുടി പാർട്ടിക്കാർ എന്ന് വേണമെങ്കിൽ പറയാം.
ഈ പാർട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കാണണം, പാർട്ടിയുടെ മൂല്യബോധങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവരാണ് അടിമുടി പാർട്ടി എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. രാഹുൽ പറഞ്ഞതിൽ 1-2 പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അത് മറ്റൊന്നുമല്ല, രാഹുൽ പറഞ്ഞ ഇന്നത്തെ പാർട്ടി, രാഹുൽ ഇന്ന് പച്ചപ്പരവതാനി വിരിച്ച് സുഖലോലുപരായി ഇന്നോവ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ കൂളിംഗ് ഉള്ള കാറിലൊക്കെ സഞ്ചരിക്കുന്ന സഖാക്കളുടെ കാലത്തല്ല സുധാകരൻ ജീവിച്ചത്. അത് താങ്കൾ പറഞ്ഞ ആ പോയിന്റ് ഞാൻ നോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. 2, പരിഗണന. നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഇവിടെ ഒരു കൂട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു, രാഹുലിനെ ആ കൂട്ടത്തിൽ നിന്ന് പരിഗണിക്കാതിരിക്കുമ്പോൾ രാഹുലിന് വേദനിക്കില്ലേ? തീർച്ചയായിട്ടും വേദനിക്കും. അപ്പോൾ അത്തരത്തിൽ പരിഗണന കിട്ടാത്ത ഒരു നേതാവ്, വെറും പരിഗണനയല്ല, രക്തസാക്ഷി കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് അദ്ദേഹം. അപ്പോൾ താങ്കൾ പറഞ്ഞതിലെ ആ പോയിന്റ്സ് കറക്റ്റായിട്ട് ഞാൻ പറയുമായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ രീതിയിൽ എന്തുകൊണ്ട് ഇവർ വീണ്ടും കാണുന്നു? എന്തുകൊണ്ട് കാണുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാ ഇന്നലെ ഫോൺ ചെയ്തത്? അയാൾക്ക് സ്നേഹം കൂടിയിട്ടാ? പിണറായി വിജയൻ അന്നും ഇന്നും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നും ഇന്നും അദ്ദേഹത്തിന് കാര്യം കാണാൻ നമുക്ക് കാര്യം അറിയാലോ. ഇപ്പൊ ഒരിക്കൽ കൂടി ഭരണത്തിൽ വരേണ്ട ആരുടെ ആവശ്യമാണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ഫോണിൽ വിളിച്ചത്. അപ്പോൾ ഇതില് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തില്ല. അല്ല, യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അദ്ദേഹത്തിന് വിളിക്കേണ്ടത്? പിന്നെ എന്തിനാണ് പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി വിളിച്ചു? അതറിഞ്ഞില്ലേ? പാർട്ടി സെക്രട്ടറി ഈ പറഞ്ഞ പോലെ, രാഹുൽ പറഞ്ഞ പോലെ ഒരുപാട് നിസ്സാരം പോലെ ഏത് സുധാകരൻ എന്നാ ചോദിച്ചാൽ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് വിലയാവുള്ള? രാവിലെ പാർട്ടി സെക്രട്ടറി വൻ പരാജയമായതിന്റെ ഏറ്റവും വലിയ വൻ പരാജയം. ഇളിഫ്യൻ നമ്മൾ കണ്ടിട്ടില്ലേ, ചില എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരുമാതിരി എന്ത് വഷള് ചിരി എന്നൊക്കെ പറയൂലേ, അതുപോലെ അദ്ദേഹത്തിനോട് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സാങ്കല്പിക ചോദ്യങ്ങൾക്ക് സാങ്കല്പിക ഉത്തരം തരാൻ ഞാൻ തയ്യാറല്ല, നിങ്ങൾ വേറെ ആരോടെങ്കിലും. രാഹുൽ അങ്ങേരെ പാർട്ടി ക്ലാസ് എടുത്ത് കളയുന്ന ഒരാളാണ്. പാർട്ടി ക്ലാസ് രാഹുലിന് അറിയില്ല. പാർട്ടി ക്ലാസ്സിൽ നമ്മൾ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹിക പാഠമൊക്കെ പഠിക്കൂല്ലേ? സാമൂഹിക പാഠം പഠിക്കുമ്പോൾ നമ്മൾ ധനതത്വ ശാസ്ത്രം പഠിക്കും. രാഹുലിനറിയാം, ധനതത്വ ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ചില കടിച്ചാ പൊട്ടാത്ത ചില വാക്കുകൾ, നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോഴും അതിൽ കുറെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളുണ്ട്. പ്രത്യയശാസ്ത്രം, സാമ്പത്തികം, ധനകാര്യം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളുണ്ട്. ഇതെല്ലാം പറയുക, ഇതെല്ലാം പറഞ്ഞ അല്ലെങ്കിൽ തന്നെ അറിയില്ലേ ഈ ആഗോളവൽക്കരണവും മറ്റേ ശ്രീനിവാസന്റെ സിനിമയിലെ സന്ദേശം, അതുപോലെ ക്ലാസ് എടുത്തിറക്കുന്ന ഒരു വ്യക്തിയല്ലേ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഡ്രില്ല് മാഷാണ് കേട്ടോ, ഡ്രില്ല് മാഷാണ്, അല്ലാതെ വേറെ ഭാഷ പഠിപ്പിക്കുന്ന ആളല്ല. ഇംഗ്ലീഷോ മലയാളോ അങ്ങേയറ്റം ഹിസ്റ്ററി പോലും പഠിപ്പിക്കുന്ന ആളല്ല, ഡ്രില്ല് മാഷ. അവസാനം എന്താണെങ്കിലും സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിളിക്കേണ്ടി വന്നു. അല്ല രാഹുലെ, അതില് പിണറായി വിജയൻ തോറ്റു എന്ന് രാഹുലോ ഞാനോ കരുതണ്ട. അല്ല, തോറ്റല്ല, പിണറായി വിജയനെ സംബന്ധിച്ച് അമ്പലപ്പുഴ ഞാൻ പറയട്ടെ, ഇന്നലെ വന്നതില് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ആരിഫ് അവിടെ വന്നല്ലോ, സുജാത വന്നല്ലോ. ഇവരുടെ ഇറങ്ങുമ്പോൾ ആരിഫിനോട് ചോദിച്ചപ്പോൾ, പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം തീരുമാനിക്കട്ടെ. ഈ ആരിഫ് അടങ്ങുന്ന ഒരു കൂട്ടം, ഞാൻ ജാതിയും മതവും പറയുന്നതല്ല, രാഹുൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു മയക്കുമരുന്ന് മാഫിയാന്ന്. ഇപ്പൊ നാസർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ജില്ലാ സെക്രട്ടറി നാസർ. എനിക്ക് ഒരു സംശയം, എന്തുകൊണ്ട് അദ്ദേഹം വളർത്തി വലുതാക്കി സജി ചെറിയാൻ വന്നില്ല? സജി ചെറിയാൻ എവിടെ? സജി ചെറിയാനാണ് ഇതിനകത്ത് മാരക വിഷം സജി ചെറിയാനാണ്. ഈ സജി ചെറിയാൻ ഒരൊറ്റ ആള്. രാഹുൽ, ഇത് ഈ പറയുന്ന രീതിയിൽ CPM ഒരുപാട് സുഹൃത്തുക്കളുമായി ഞാൻ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഈ ആലപ്പുഴയിലൊക്കെയുള്ള. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാളെ പെട്ടിതൂക്കി നടന്ന ആളാണ് ഈ സജി ചെറിയാൻ. അയാളെന്ന് പോലും ഞാൻ പറയാൻ പാടില്ല. ജി സുധാകരൻ എന്ന വലിയ നേതാവിന്റെ പെട്ടിതൂക്കി നടന്ന ആളാണ്. നമ്മൾ ഇന്നലത്തെ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചോ? ഈ പറയുന്ന സലാം വന്നിട്ടുണ്ടോ? സലാം വന്നിട്ടുണ്ടോ? ഇല്ല. സലാം അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഇവർക്ക് ഇപ്പോ മത്സരിക്കാൻ പാടില്ല അദ്ദേഹം. അത് അവരുടെ പ്രസ്റ്റീജിന്റെ വിഷയമാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹം അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കും. കാര്യം അദ്ദേഹം സുജാതയോട് ചോദിച്ച ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ എല്ലാവരും വരുന്നേ? എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോൾ ആരെയും കണ്ടില്ലല്ലോ. രാഹുലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവൃത്തി പരിചയത്തിന്റെ ഒരു വിലയുണ്ട്. നമ്മളത് ഏത് മേഖലയിലായിരുന്നാലും, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ പ്രവൃത്തി പരിചയത്തിന് ഒരു വിലയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് പാർട്ടിയിൽ 60 കൊല്ലത്തിലകം പരിചയമുണ്ട്. ഇന്നത്തെ ഈ പറയുന്ന DYFI ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ, നമ്മുടെ പ്രശാന്ത് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇള്ളക്കുട്ടികൾ, DYFIയിലെ ഇള്ളക്കുട്ടികൾ, ഈ ഇള്ളക്കുട്ടികൾക്കൊക്കെ എന്തറിയാം? പച്ചപ്പരവതാനി വിരിച്ചിട്ട് ഇന്നത്തെ പാർട്ടിയല്ല ജി സുധാകരനൊക്കെ ഉണ്ടാക്കിയ പാർട്ടി. ആ ഒഴുക്കിനൊത്ത് നീന്താൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അറിയാം. അദ്ദേഹത്തിന് സീറ്റ്. അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ മരുമോന് വേദനിച്ചപ്പോൾ അദ്ദേഹത്തിന് വേദനിച്ചല്ലോ. അപ്പൊ അതുപോലെ ജി സുധാകരനെ സംബന്ധിച്ച് ജി സുധാകരൻ ഇപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ്, ഈ പാർട്ടിയിൽ കുറച്ചെങ്കിലും സോഷ്യലിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊപ്പമാണ് ജി സുധാകരൻ എന്ന് ധരിക്കുന്നു. ഈ കുണ്ടാവണ്ടികൾ, അതായത് ഈ കോംപ്രമൈസ് ചർച്ചകളിലൊന്നും അദ്ദേഹം വീഴില്ല. അദ്ദേഹം മത്സരിക്കുക തന്നെ ചെയ്യും എന്നാണ് ആലപ്പുഴയിലെ നമ്മുടെ ചില സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാം. ചില മാധ്യമപ്രവർത്തകരെയൊക്കെ നമുക്ക് വാർത്തകളുമായി ബന്ധപ്പെട്ട് വിളിക്കുമല്ലോ. അപ്പോൾ അവർ പറയുന്നത് അദ്ദേഹം മെരുങ്ങിയിട്ടില്ല. സുജാതയോട് മാത്രമാണ് അദ്ദേഹം ഒരു അല്പം അടുപ്പത്തോടെ സംസാരിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇന്നലെ രാത്രി സെക്രട്ടേറിയറ്റ് കൂടെ അറിയാമല്ലോ അല്ലേ?
ജില്ലാ സെക്രട്ടറിയുടെ കൂടെ അറിയാലോ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എത്ര പേരെ ഇന്നലെ വന്ന കാർ പിടിച്ച് 8 പേര് അല്ലയോ? അത് കഴിഞ്ഞിട്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് വിളിക്കാറിയാലോ. അപ്പൊ അറിയാം, ഭയക്കുന്നുണ്ട്. ജി സുധാകരനെ CPM ഔദ്യോഗിക പക്ഷം ഭയക്കുന്നുണ്ട്.